തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെല്ലാനം ബ്ലോക്ക് പഞ്ചായത്തിലെ കാട്ടിപ്പറമ്പ് ഡിവിഷനിൽ കോൺഗ്രസ് വിമതൻ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചാണ് ജേക്കബ് ഷിലിൻ സ്ഥാനാർത്ഥിയായത്. സ്പെഷ്യലി ഏബിൾഡ് ആയ ഷിലിൻ ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പല ആളുകൾക്കും വിയോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ആ വിയോജിപ്പുകൾ പല ആളുകളും രേഖപ്പെടുത്തുകയും അതിന്റെ പ്രതിഷേധങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ ചിലർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടാണ്. അതായത് നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ വളരെയധികം ആളുകൾക്കും ആ സ്ഥാനാർത്ഥിത്വത്തോട് വിമുഖതയുണ്ടായിരുന്നു. പക്ഷേ തങ്ങൾ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും അല്ല ജയസാധ്യത സ്ഥാനാർത്ഥികളെ നിർദ്ദേശിക്കുമ്പോഴും അത് കേൾക്കാതെ കുടുംബപരമായി സീറ്റ് കൈമാറി വരുന്ന ഒരു രീതി, അതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ. ജേക്കബ് ഷിലിനാണ്. ജേക്കബ് ഷിലിൻ പള്ളുരുത്തി ബ്ലോക്കിൽ 1-ാം ഡിവിഷനിൽ കാട്ടിപ്പറമ്പ് ഡിവിഷനിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. നമുക്കറിയാം ഷിലിൻ സ്പെഷ്യലി ഏബിൾഡായുള്ള ഒരു വ്യക്തിയാണ്. സ്പെഷ്യലി ഏബിൾഡായുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്തു നിൽക്കുന്ന ആളുമാണ് ഷിലിൻ. നേരത്തെയും ഷിലിൻ ന്യൂസ് 8നോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഷിലിനോട് തന്നെ ചോദിക്കാം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, ഷിലിൻ്റെ സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. നമസ്കാരമുണ്ട് ഷിലിൻ. എന്താണ് ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നല്ലോ കുറേ കാലമായി, ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്? അത് ഞങ്ങളുടെ മണ്ഡലം അധ്യക്ഷൻ തന്നെയാണ് ഒന്നാമത്തെ കാരണം. പുള്ളിക്കാരൻ 2020 ഒരു പൊതുപ്രവർത്തന രംഗത്ത് ഒരു പരിചയമില്ല. അത് ഭാര്യനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഞങ്ങൾ എല്ലാവരും സഹകരിച്ച് പാർട്ടിയുടെ തീരുമാനമല്ലേ ഞങ്ങൾ വിട്ടുകളഞ്ഞു മത്സരിപ്പിച്ച് പുള്ളിക്കാരത്തി ജയിച്ചു പോയി. ഇപ്പം 5 വർഷം കഴിഞ്ഞ് 2025 അതേ സീറ്റിൽ 4 പേര് അവകാശവാദം ഉന്നയിച്ച് ബ്ലോക്കിലേക്ക്. പുള്ളിക്കാരൻ അവരെയൊക്കെ വെട്ടി പുള്ളിക്കാരനെ തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടണ രീതിയിലാക്കി. അതിനെതിരെ നമ്മ അടിമകളല്ല ആരുടെയും. നമ്മൾ പ്രതികരിക്കണ്ടേ. എല്ലാ കൊല്ലം ഇരിക്കണ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല കോൺഗ്രസിൻ്റെ സീറ്റ് കൊടുക്കേണ്ടത്. നേതൃത്വം ഇതറിയണ്ടേ. അവരെയൊക്കെ ഇയാൾ കയ്യിലെടുത്തേക്കണേണ്. ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് ഞങ്ങൾക്കായിരിക്കും ഇവിടെ. കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കാരത്തി നിന്നതും ഇങ്ങനെ തന്നെയായിരുന്നു. അയാൾക്കടെ ഒറ്റ പിടിവാശിയുടെ പുറത്താണ് പുള്ളിക്കാരത്തി നിന്നത്. അപ്പോൾ ഇത് നേരത്തെ പാർട്ടി അറിയിച്ചിരുന്നില്ലേ? അതായത് ജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികളുണ്ട്, അവർക്ക് സീറ്റ് നൽകണം, പ്രവർത്തകരുണ്ട്, അവർക്ക് സീറ്റ് നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. കവറിലിട്ട് എല്ലാവരും പേരെഴുതി കൊടുത്തതാണ്. പുള്ളിക്കാരനപ്പോൾ അത് അവരെയൊക്കെ വെട്ടിക്കളഞ്ഞ് അധ്യക്ഷനെ എവിടെ വേണേലും മത്സരിക്കുക എന്നുള്ള ഒരു എവിടത്തെ നിയമമൊന്നും അറിയില്ല. അതുകൊണ്ട് അതും പറഞ്ഞ് പുള്ളിക്കാരൻ ചാടി കയറിയിരിക്കണേണ്. ഈ മണ്ഡലം പ്രസിഡന്റിന് എവിടെ മത്സരിക്കാമെന്നൊരു ധാരണ പ്രവർത്തകരങ്ങനെ പറയണ്ട. അങ്ങനെ ഉണ്ടാന്ന് ഇങ്ങനെ മാനുവൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. എന്താണ് ഇപ്പം ഷിലിന് ഇപ്പോൾ ഇതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇവിടെ വിജയസാധ്യത കൂടുതലുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ നോമിനേറ്റ് ചെയ്തിരുന്നതുമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നതും. ഇപ്പോൾ ഷിലിൻ മത്സരാർത്ഥിയാണ്. ജയിച്ചാലോ അതല്ലെങ്കിൽ ഷിലിൻ ഇപ്പോൾ ഈ രംഗത്തേക്ക് വന്ന സാഹചര്യത്തിൽ എന്താണ് ഷിലിന് ഒരു മുന്നിലുള്ളൊരു പദ്ധതി എന്താണ്? നമ്മൾ ചെറുപ്പം മുതൽ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ ഇടക്കാണ് എനിക്കിങ്ങനെ കുറച്ച് ആളുമ്പാണ് ഇങ്ങനെ ആയത്. ഇപ്പോൾ ഈ 5 വർഷമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ മെമ്പറിൻ്റെ കൂടെ പഞ്ചായത്ത് മെമ്പറിൻ്റെ കൂടെ തോള് ചേർന്ന് ഞങ്ങൾ പ്രവർത്തിക്കണം ഇവിടെ. പിന്നെ അതേപോലെ തന്നെ ബ്ലോക്കിലെ ഫണ്ട് വെച്ച് നമ്മുടെ ഇവിടെ ഈ കിഴക്കേ റോഡ്, ഈ ആയുർവേദ ആശുപത്രി റോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്യാമറ ആയിട്ട് ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റോഡെന്ന് പറയാൻ പറ്റില്ല, അത് തോടാണ്. മെയിനായിട്ട് വേണ്ട ആയുർവേദ ആശുപത്രിയുടെ ഭാഗം മാത്രം ഇവർ ചെയ്തിട്ടില്ല. കുറച്ച് പാർട്ടി പ്രവർത്തകരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രം കട്ട വിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടാണെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പം ഇത്രയും സാധ്യമായോ ഇപ്പോൾ വേണം രാവിലെ വന്ന് നോക്കാതെ. അത് മാത്രമല്ല, ഇപ്പം ഇനിയിപ്പോൾ ഒരു പദ്ധതി, ഒരു പ്ലാൻ മനസ്സിലുണ്ടാവുമല്ലോ ജയിച്ചാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് ഈ പറഞ്ഞ പോലെ റോഡല്ലാതെ മറ്റെന്തെങ്കിലും നമ്മുടെ മനസ്സിലുള്ള പ്ലാൻ വെച്ച് നമ്മുടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലോ ചെല്ലാനം പഞ്ചായത്തിലോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ പറയുന്ന എല്ലാ സ്ഥാനാർത്ഥികാരും പറയും ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ ചെയ്തു തരാം. എനിക്ക് ഈ 5 വർഷം ഞാൻ ഇതിൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മ പറയണ ഒന്നും ഇവിടെ നടക്കാൻ പോണില്ല. വെറുതെ ആൾക്കാരെ പറ്റിക്കണ ഒരു ട്രിക്ക് പണിയാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ. മറ്റിപ്പം ഇവര് മെമ്പർ നിർത്തിയിട്ടുള്ള പദ്ധതികളുണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും ഡ്രോബാക്കുകൾ ഉള്ളതുണ്ട്? ഈ കാര്യത്തിൽ 2 കാര്യമാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പം ഈ ഞാൻ പറഞ്ഞ റോഡില്ലേ, അതേപോലെ തോണിത്തോട് ഭാഗത്ത് ഒരു ഇറക്കം കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവർ 10 വർഷമായി അത് പൊടിഞ്ഞ്. അത് ചെന്ന് ക്യാമറ കാട്ടി ഒന്ന് നോക്കി അറിയാം. അവിടെ കൂടെ ഒരു മനുഷ്യൻ എൻ്റെ വണ്ടിയൊക്കെ ഒന്നും ഒരിക്കലും ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അവിടെ കൂടി. ഞാൻ ഇന്നലെ അവിടെ പോയി നോക്കിയിട്ട് വന്നേ വോട്ടിങ് ചോദിച്ചാൽ അവിടെയൊക്കെ ചെന്നപ്പോൾ ആൾക്കാർ ഇതാ പറയണം ആദ്യം തന്നെ ഞങ്ങളുടെ റോഡ് കണ്ട് എത്ര വർഷവും ഇങ്ങനെ കിടക്കണേന്നാണ്.
ഇതൊക്കെ നമ്മുടെ ബ്ലോക്കിലത്തെ ഫണ്ട് വെച്ച് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. നമ്മുടെ ഇവിടെ MP ഇല്ലേ, MLA ഇല്ലേ, ഇവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമല്ലേ ഇതൊക്കെ. പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ? നമ്മുടെ നമ്മൾ വീടുകളിലൊക്കെ ചെല്ലുന്നുണ്ട്. നമുക്ക് നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച ചിഹ്നം കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഇത്ര ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. പുറത്തേക്കണ എല്ലാം നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ എല്ലാവരും. അവരാരും അവൻ്റെ കൂടെ പിള്ളേർ ഇതിൽ കൂടുതൽ പിള്ളേരുണ്ടായ ഈ ഒരു അധ്യക്ഷൻ ഒരാൾ കാരണം പിള്ളേരാരും ഇതിൻ്റെ അകത്തേക്ക് വന്നില്ല. പിന്നെ ഇന്നലെ ഞാൻ എല്ലാ വീട്ടിലും ചെന്ന് ഓരോ പിള്ളേരെയും പിടിച്ച് ഇറക്കി കൊണ്ടുവന്ന് ഇനിയുണ്ട് ഇഷ്ടംപോലെ പിള്ളേർ. നാളെ മുതൽ എല്ലാവരും പ്രവർത്തിക്കാൻ ഇറങ്ങണേ. നാളെ മുതൽ ഈ കാര്യത്തിൽ പിന്മാറാൻ ഉദ്ദേശമില്ല. പിന്മാറുന്ന പ്രശ്നമില്ല, അത് ഉറപ്പല്ലേ. അതിപ്പം ഞങ്ങളുടെ മിക്കവരും ഇന്ന് വിളിച്ച് പിന്മാറെന്നും പറഞ്ഞു. എന്ത് കാര്യം വേണമെങ്കിലും നിനക്ക് ചെയ്തു തരാം, അതായത് ഇതാന്നൊക്കെ പറഞ്ഞു. എനിക്കൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും കോൺഗ്രസിൽ നിന്ന് ഒരു നിർദ്ദേശം ഉണ്ടായി അങ്ങനെ പിന്മാറാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ മാറേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് അതെന്നാ നേരത്തെ ഇവർക്ക് ചെയ്താൽ പോരെ. ഇവർ പറയുമ്പോൾ പിന്മാറാനും നിൽക്കാനും നമ്മളുടെ അടിമകളല്ലല്ലോ. ഇതൊരു പ്രതിഷേധമാണ്. അത് ഷിലിനെ കൊണ്ടാവുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമായിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സ്പെഷ്യലി ഏബിൾഡ് ആയുള്ള ആളുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടും അവരുടെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ടും നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് പോകുന്ന ഒരു യുവാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനസമ്മതിയുള്ള ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഷിലിന് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറാനുള്ള സമ്മർദ്ദമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ജേക്കബ് ഷിലിൻ്റെ തീരുമാനം. ക്യാമറാമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി.